ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എൻ്റെ വീട്ടിലോട്ട് വിരുന്ന് പോകുന്നതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. പെരുന്നാൾക്ക് പോയപ്പോൾ ഒരു 4 ദിവസം വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി സ്കൂളൊക്കെ തുറക്കാനായില്ല, അപ്പോൾ ഒരു ദിവസം കൂടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയാലും എൻ്റെ അനിയത്തിനും കൂടെ വിളിക്കൂട്ടോ, അവളും കൂടെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവളും ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞാനും അവളും മക്കൾസൊക്കെ കൂടെ ഈ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. എല്ലാവരും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ അല്ലേ. നമ്മുടെ വീടെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. എല്ലാവർക്കും വിരുന്ന് പോകുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷിക്കാരും മക്കൾസിനായാലും നമുക്കായാലും ഒക്കെ അല്ലേ. എൻ്റെ ജ്യേഷ്ഠത്തിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് അവൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അങ്ങനെ നമ്മുടെ വീടെത്താനായിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു സ്വർഗം. വീട്ടിലെത്തിയ ഉടനെ ലിയക്കുട്ടി ചെറുതായിട്ടൊന്ന് കരഞ്ഞു കേട്ടോ. ഈ കാണുന്നത് അനിയത്തിയുടെ മോളാണ് കേട്ടോ. 3 മാസത്തിന് വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ഇവർ തമ്മിൽ. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീടെത്തിയപ്പോഴേക്കും 4 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഉമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കപ്പ പുഴുങ്ങിയതും ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് അതൊക്കെ കഴിച്ചു. അനിയത്തി മക്കൾസൊക്കെ രാത്രി 10 മണിയൊക്കെ ആയപ്പോഴേക്കും പോയിട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇമ്മ നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇത് ഞായറാഴ്ച രാവിലെയാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലത്തെ ചായയും കടിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, രാത്രിക്കത്തെ കോഴിക്കറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. മക്കൾസൊന്നും എണീറ്റിട്ടില്ല. മോൾ എണീക്കുമ്പോഴേക്കും ഞാൻ രാവിലത്തെ ചായക്കടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഉമ്മാൻ്റെ കുറച്ച് കറിവേപ്പിലൊക്കെ പറിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകണം. നമ്മുടെ വീട്ടിൽ കറിവേപ്പിലൊന്നും ഇല്ല കേട്ടോ. അവിടെ കാനലായതുകൊണ്ടാണ് തോന്നുന്നു, എത്ര കുഴിച്ചിട്ടാലും ഉണ്ടാവില്ല. കറിവേപ്പില മാത്രമല്ല കേട്ടോ, മുരിങ്ങയുടെ ഇല ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകും, മത്തൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകും. എനിക്ക് താളിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. താളിപ്പ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കും. അപ്പം ഞാൻ നേരത്തെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്ക് മുരിങ്ങ താളിച്ചതും കോഴിപ്പാട്സും ആയിരുന്നു കേട്ടോ കറി. പോകാനായപ്പോഴേക്കും ഉമ്മ മുരിങ്ങയുടെ ഇലയും മുരിങ്ങക്കായും മാങ്ങയും ചക്കയും ഒക്കെ പാക്കാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വീഡിയോ എടുക്കാൻ ലിയക്കുട്ടി അയക്കുന്നില്ല കേട്ടോ, അവളെ പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ കുറച്ച് പുഴമീൻ കിട്ടിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം വരെ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വേഗം അതൊക്കെ നന്നാക്കി തന്നിട്ട് അത് വീട്ടിൽ ചെന്നാൽ വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്